Good evening to all. Warm greetings from API. Wishing you all a Merry Christmas and a Happy New Year, filled with health, wealth, and joy. Sending love and warm wishes to you and your family this festive season from the house of API. As is customary, and as a part of Physicians' Day celebrations, every year we honor one of our senior-most and eminent physician. This year, this honor goes to Dr. C.K. Balan, the Director and the Chief Physician, Indira Gandhi Cooperative Hospital. I'd like to invite Dr. Gilles George to introduce the guest of honor, Dr. Balan sir. Dr. Balan sir, please come to this stage. നമ്മുടെ ഇന്ദിരാഗാന്ധി കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിലെ ഇപ്പോഴത്തെ സിഇഒയും സെക്രട്ടറിയുമായ അജയ് തറയിലിനെ വേദിയിലേക്ക് ക്ഷണിക്കും. ബഹുമാനപ്പെട്ട ബാലൻ സാർ, എറണാകുളം കൊച്ചിൻ സഹകരണ ആശുപത്രിയുടെ ഇന്ദിരാഗാന്ധി ആശുപത്രിയുടെ സെക്രട്ടറി ശ്രീ അജയ് തറയിൽ, പ്രസിഡൻറ്റ് API കൊച്ചി ഡോക്ടർ ഇബ്രാഹാം, സീനിയർ മെമ്പേഴ്സ് ഓഫ് ദി API ആൻഡ് മൈ ഡിയർ ഫ്രണ്ട്സ്, വളരെയേറെ സന്തോഷത്തോടും അഭിമാനത്തോടും കൂടിയാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. കാരണം 55 വർഷക്കാലം എറണാകുളം നഗരത്തിലെ ആതുര ശുശ്രൂഷ രംഗത്ത് നിറസാന്നിധ്യവും നിരവധി രോഗികളുടെയും ജനങ്ങളുടെയും ആരാധനാപാത്രവുമായ ബാലൻ സാറിനെ ഈ വർഷത്തെ APIയുടെ ദിനത്തോടനുബന്ധിച്ച് ആദരിക്കുന്ന ഈ ചടങ്ങിൽ പങ്കെടുക്കുന്ന എനിക്ക് അതിയായ സന്തോഷമുണ്ട്. നമുക്കറിയാം, ബാലൻ സാറ് എറണാകുളം ഇന്ദിരാഗാന്ധി കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിൽ വളരെ നാളായി സേവനം അനുഷ്ഠിക്കുകയായിരുന്നു. നമ്മുടെ ബഹുമാനപ്പെട്ട ബാലൻ സാറ് 1939 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് ഏകദേശം 10 വർഷത്തോളം മുമ്പ് എറണാകുളത്ത് കാരക്കാമുറിയിലാണ് ജനിച്ചത്. അനിഴം നാളിൽ ജനിച്ച അദ്ദേഹം അനിഴം നാളുകാരുടെ ജന്മത്തിൽ ഉണ്ടാകുന്ന എല്ലാവിധ പ്രശസ്തിയും അതോടൊപ്പം തന്നെ അനുഗ്രഹങ്ങളും ഏറ്റുവാങ്ങിയാണ് കഴിഞ്ഞ 80 വർഷക്കാലത്തോളം നമ്മുടെ കൂടൊപ്പം ജനങ്ങളോടൊപ്പം അദ്ദേഹം വസിച്ചത്. കാരക്കാമുറിയിൽ അന്നത്തെ പ്രഗത്ഭനായ ഒരു ബിസിനസ്സുകാരനും ധനാട്ടിനുമായിരുന്ന ശ്രീ കൊച്ചിട്ടിയാദിയുടെയും കല്യാണിയുടെയും മകനായിട്ടാണ് സാറ് ജനിക്കുന്നത്. അതിനുശേഷം എറണാകുളം SRV ഹൈസ്കൂളിലും അതേ തുടർന്ന് എറണാകുളം മഹാരാജാസ് കോളേജിൽ നിന്നും BSc ബോട്ടണിയിൽ ബിരുദം കരസ്ഥമാക്കിയ ശേഷം എറണാകുളത്തെ അതിപ്രശസ്തമായ എറണാകുളം ഗവൺമെൻറ് ലോ കോളേജിൽ റെഗുലർ വിദ്യാർത്ഥിയായി അദ്ദേഹം അഡ്മിഷൻ നേടി. ഒരുപക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും കേൾക്കുമ്പോൾ ആശ്ചര്യം തോന്നും. എറണാകുളം ലോ കോളേജിൽ നിന്നും 1964 BA BL ബിരുദം നേടി എറണാകുളത്തെ അന്നത്തെ കാലത്ത് അഡ്വക്കേറ്റ് ജനറലായിരുന്ന സൂര്യനാരായണ അയ്യരോടൊപ്പം പ്രാക്ടീസ് ആരംഭിച്ചു. നമുക്കറിയാം, ഒരു അഡ്വക്കേറ്റ് ജനറലിൻ്റെ ഓഫീസിൽ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ലഭിക്കുന്ന സൗകര്യങ്ങളും മറ്റ് പ്രാധാന്യവും നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അതിനുശേഷം അദ്ദേഹം അഡ്വക്കേറ്റായി പ്രശസ്തമായ നിലയിൽ പ്രാക്ടീസ് ചെയ്യുന്ന അവസരത്തിലാണ് എല്ലാവരുടെയും ജീവിതത്തിലും കുടുംബത്തിലും സംഭവിക്കുന്നത് പോലെ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലും ചില അനിഷ്ടങ്ങൾ സംഭവിച്ചു. അദ്ദേഹത്തിന് 2 സഹോദരന്മാർ അകാലത്തിൽ വിടവാങ്ങുകയും അവരുടെ വിടവാങ്ങൽ ഈ കുടുംബത്തിലുണ്ടാക്കിയ ദുഃഖവും സങ്കടവും, അക്കാലത്ത് ശരിയായ മെഡിക്കൽ ഉപദേശങ്ങളും ചികിത്സയും ലഭിക്കാതെ വന്നതിലുള്ള പ്രയാസവും കുടുംബം വിലയിരുത്തുകയും അതേ തുടർന്ന് അദ്ദേഹത്തെ മെഡിക്കൽ വിദ്യാഭ്യാസത്തിന് അയക്കുവാൻ തീരുമാനിക്കുകയുമുണ്ടായി. അതേ തുടർന്ന് 1968 എഗെയിൻ കേരളത്തിലെ തന്നെ പ്രശസ്തമായ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ അദ്ദേഹം MBBSന് ചേർന്നു. 1968 MBBS പാസ്സായി.
അതിനുശേഷം 1972 അദ്ദേഹം പാറ്റ്ന ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ നിന്നും MD ബിരുദവും കരസ്ഥമാക്കി. MD ജനറൽ മെഡിസിൻ. അന്നത്തെ കാലത്ത് നമുക്കറിയാം MDക്ക് ഒരു അഡ്മിഷൻ ലഭിക്കുക അല്ലെങ്കിൽ സീറ്റ് കുറവ്. അങ്ങനെ അക്കാലത്ത് അദ്ദേഹം പാറ്റ്നയിലെ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ നിന്നും MDയും കഴിഞ്ഞ് എറണാകുളത്തെ ലൂർദ് ഹോസ്പിറ്റലിലാണ് അദ്ദേഹം ആദ്യമായി ഫിസിഷ്യനായി ജോയിൻ ചെയ്യുന്നത്. ലൂർദ് ഹോസ്പിറ്റലിൽ VJ പോൾ സാറിനോടും CK ഈപ്പനോടും ഒപ്പം അദ്ദേഹം കുറേ കാലം വർക്ക് ചെയ്തു. അതിനുശേഷമാണ് 1971 എറണാകുളത്ത് കോപ്പറേറ്റീവ് മെഡിക്കൽ കോളേജ് എന്ന ഒരു ആശയം അദ്ദേഹം കൊണ്ടുവരുന്നത്. എറണാകുളത്തെ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ തുടങ്ങാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരുന്നു. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ 2.5 ഏക്കറോളം സ്ഥലം എറണാകുളം സിറ്റിയിൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിന് വേണ്ടി ഗവൺമെൻറ്റിൽ നിന്നും സാധിച്ചെടുത്തു. അതിനുശേഷം ആ കോപ്പറേറ്റീവ് മെഡിക്കൽ കോളേജിൽ അദ്ദേഹം അവിടുത്തെ സൂപ്രണ്ടായി. അന്ന് മുതൽ ഇന്ന് വരെ തുടർച്ചയായി ഇത്രയും കാലം തുടരുന്നു എന്നുള്ളത് വളരെ ആശ്ചര്യകരമായി നമുക്ക് തോന്നാം. ആ ദീർഘമായ കാലഘട്ടത്തിൻ്റെ ഇടയിൽ എറണാകുളത്ത് ഇന്ദിരാഗാന്ധി കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ, ഇന്ദിരാഗാന്ധി കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ എന്ന് ഇതിനെ നാമകരണം ചെയ്യുന്നതിന് പിന്നിലും മറ്റൊരു കഥയുണ്ട്. നമുക്കറിയാം, അന്നത്തെ കാലത്ത് LLBയും MBBSും MDയും പാസ്സായ ബാലൻ സാറ് അന്ന് KPCCയുടെ, അതായത് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി, അന്ന് കോൺഗ്രസ് പിളർന്നിട്ടൊന്നുമില്ല, കരുണാകരനും AK ആൻ്റണിയും ഉമ്മൻചാണ്ടിയും വയലാർ രവിയും ഷൺമുഖദാസും PC ചാക്കോയും എല്ലാവരും ചേർന്ന് ഒന്നിച്ചെന്ന് നേതൃത്വം കൊടുക്കുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഡോക്ടേഴ്സ് വിഭാഗം, അതായത് ഇന്നത്തെ പ്രൊഫഷണൽ കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റായിട്ട് അദ്ദേഹം സേവനം അനുഷ്ഠിച്ചു. ആ സേവനത്തിൻ്റെ ഇടയിൽ നിരവധി തവണ പലതരത്തിലുള്ള പാർലമെൻ്ററി സ്ഥാനങ്ങളിലേക്ക് അദ്ദേഹത്തെ പരിഗണിച്ചുവെങ്കിലും അദ്ദേഹം അതെല്ലാം നിരസിക്കുകയും അദ്ദേഹത്തിൻ്റെ കർമ്മപഥം വീട്ടിൽ നിന്ന് അന്ന് എല്ലാ കുടുംബം തീരുമാനിച്ചത് ആതുര ശുശ്രൂഷയാണെന്ന് മനസ്സിലാക്കി അദ്ദേഹം ആതുര ശുശ്രൂഷ രംഗത്ത് തുടരുകയുമാണ് ഉണ്ടായത്. ആ കാലഘട്ടത്തിൻ്റെ ഇടയിൽ അദ്ദേഹം രാജീവ് ഗാന്ധിയോടും ഇന്ദിരാഗാന്ധിയോടുമൊക്കെ ഉണ്ടാക്കിയെടുത്ത സൗഹൃദം വളരെ പ്രശസ്തമായിരുന്നു. നിരവധി കോൺഗ്രസിൻ്റെ പരിപാടികളിലെ ഏറ്റവും നിറഞ്ഞ സാന്നിധ്യമായിരുന്നു ബാലൻ സാർ. പിന്നെ ഇനി അദ്ദേഹത്തിൻ്റെ മറ്റ് കർമ്മപഥങ്ങളിലേക്ക് പോകുമ്പോൾ ബാലൻ സാറ് ആതുര ശുശ്രൂഷ രംഗത്ത് നിറഞ്ഞു നിൽക്കുമ്പോഴും നിരവധി സാമൂഹ്യ സാംസ്കാരിക സംഘടനകളുടെയും സാഹിത്യ സംരംഭങ്ങളുടെയും തുടക്കക്കാരനായിരുന്നു. പ്രശസ്തമായ റൈറ്റേഴ്സ് ക്ലബ്ബിൽ അദ്ദേഹം മെമ്പറായിരുന്നു. മാത്രമല്ല അതിൻ്റെ ഡയറക്ടറായിരുന്നു. അതോടൊപ്പം രാമവർമ്മ ക്ലബ്ബിലെ ദീർഘകാലം രാമവർമ്മ ക്ലബിൻ്റെ ഡയറക്ടറായിട്ടും ബാലൻ സാറ് ജോലി ചെയ്തു. ബാലൻ സാറ് അങ്ങനെ ഏകദേശം 57 വർഷത്തോളം ഫിസിഷ്യനായി 57 വർഷത്തോളം ഫിസിഷ്യനായി ഇന്ദിരാഗാന്ധി ആശുപത്രിയിൽ സേവനമനുഷ്ഠിച്ചു. അദ്ദേഹത്തിൻ്റെ കുടുംബജീവിതത്തിലേക്ക് കടന്നാൽ 1968 അദ്ദേഹം വിവാഹിതനായി. കാട്ടുങ്കൽ KA കൃഷ്ണൻ എന്ന ഇൻകം ടാക്സ് കമ്മീഷണറുടെയും എറണാകുളം ഗവൺമെൻറ് ഹൈസ്കൂൾ ഹെഡ്മിസ്ട്രസ് ആയിരുന്ന ഭവാനിയുടെയും മകളായ ചന്ദ്രികയാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ. ഏത് സമയവും നിറഞ്ഞ പുഞ്ചിരിയോടുകൂടി നമ്മളെല്ലാവരെയും സ്വീകരിക്കുന്ന ഒരു സഹധർമ്മിണിയാണ്. എനിക്ക് തോന്നുന്നത് ബാലൻ സാറിൻ്റെ ഈ എല്ലാ ജീവിത വിജയത്തിൻ്റെയും പിറകിലുള്ള പ്രേരക ശക്തി ചന്ദ്രിക മാഡമാണെന്നാണ്. ഞങ്ങൾ പലപ്പോഴും പല ആവശ്യത്തിനും വീട്ടിൽ ചെല്ലുമ്പോൾ നമ്മളെയൊക്കെ സ്വീകരിക്കുന്നത് മാഡമാണ്. ഇന്നലെ ഞാൻ ഒഫീഷ്യലായിട്ട് സാറിനെ ഒന്നുകൂടെ ഓർമ്മപ്പെടുത്താൻ വേണ്ടി തന്നെ വീട്ടിൽ ചെല്ലുമ്പോൾ ഞാൻ കണ്ട കാഴ്ച, അവിടെ അവർ ഒരു ക്രിസ്മസ് ട്രീ ഒരുക്കുന്ന തിരക്കിലായിരുന്നു. ഉണ്ണി പിറക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ പറഞ്ഞു, അവരുടെ വീട്ടിൽ ഉണ്ണിയൊക്കെ പിറന്നു കഴിഞ്ഞു, ഉണ്ണീശോയൊക്കെ വെച്ചുള്ള ഒരു പുൽക്കൂട് നല്ല ഭംഗിയായ രീതിയിൽ ആ വീട്ടിൽ സെറ്റ് ചെയ്തു. ഒരു ഹിന്ദു കുടുംബത്തിൽ ഇപ്രകാരം ഒരു ക്രിസ്മസ് കൂട്, ട്രീ മാത്രമല്ല, നക്ഷത്രമല്ല, ക്രിസ്മസ് കൂട് തന്നെ സെറ്റ് ചെയ്തപ്പോൾ ആ കുടുംബത്തിൻ്റെ
മതേതര സ്വഭാവം എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. പിന്നെ ബാലൻ സാറിന് 2 ആൺമക്കളാണ്. മൂത്ത മകൻ ഡോക്ടറാണ്, ഡോക്ടർ ബിനു. അദ്ദേഹം സൈക്യാട്രിസ്റ്റാണ്. കുറച്ച് നാൾ ഇവിടെ ഉണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പോൾ ദുബായിൽ പ്രശസ്തമായ നിലയിൽ അദ്ദേഹം ഒരു ക്ലിനിക്ക് നടത്തുകയാണ്. 2ാമത്തെ മകൻ ഡോക്ടർ നിഷാന്ത്, അദ്ദേഹം നമ്മളോടൊപ്പം ഉണ്ട്. നിഷാന്ത് ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ്. അദ്ദേഹം സോഫ്റ്റ്വെയർ എഞ്ചിനീയറായിട്ടും കുറച്ച് ബിസിനസ് രംഗത്തും ഇപ്പോൾ പ്രവർത്തിക്കുകയാണ്. ഈ അവസരത്തിൽ ഞാൻ ഈ ബാലൻ സാറിനെ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത് 1993 93 ഒരു ജനറൽ ആശുപത്രിയിൽ ഞാൻ ഫിസിഷ്യനായിട്ടിരിക്കുമ്പോൾ ഒരു VIP-നെ അഡ്മിറ്റ് ചെയ്യാൻ വേണ്ടി അവിടെ പെട്ടെന്ന് അഡ്മിറ്റ് ചെയ്യണം. അപ്പോൾ ജനറൽ ആശുപത്രിയിൽ അന്ന് പേവാർഡ് സൗകര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഇന്ദിരാഗാന്ധി ആശുപത്രിയിൽ കൊണ്ടുവന്നപ്പോൾ കൊണ്ടുവരാമെന്ന് വിളിച്ചു പറഞ്ഞതേ ഉള്ളൂ. സാറ് അവിടെ എത്തി. വൈകുന്നേരം രാത്രി ഒരു 7 മണിയോട് കൂടിയാണ് ഞാൻ ആദ്യമായിട്ട് സാറിനെ കാണുന്നത്. അപ്പോൾ സാർ എല്ലാ സൗകര്യങ്ങളും അന്ന് അവിടെ ചെയ്തു തന്നു. പിന്നെ ഇത് കൂടാതെ തന്നെ ഞാൻ വ്യക്തിപരമായിട്ട് ഞാൻ സാറിനെ ഇത്ര സ്നേഹത്തോടെ സ്മരിക്കുന്ന ഒരു കാര്യം, ഞാൻ ഗവൺമെൻറ് സർവീസിൽ വർക്ക് ചെയ്യുമ്പോൾ അന്ന് ഗവൺമെൻറ്റിൽ നിന്ന് ലഭിച്ച ഒരു ഓർഡർ പ്രകാരം എനിക്ക് ഇന്ദിരാഗാന്ധി ആശുപത്രിയിൽ പേഷ്യൻറ്റിനെ അഡ്മിറ്റ് ചെയ്യായിരുന്നു. അപ്പോൾ ഞാൻ ഇന്ദിരാഗാന്ധി ആശുപത്രിയിൽ പേഷ്യൻറ്റിനെ അഡ്മിറ്റ് ചെയ്യുമ്പോൾ അവിടെയുള്ള ചില ആളുകൾ പറഞ്ഞു, ഇങ്ങനെ അഡ്മിറ്റ് ചെയ്തിട്ട് പോകാൻ പറ്റില്ല, എന്തെങ്കിലും എമർജൻസി വന്നാൽ ആരും നോക്കുന്നു. സാറ് പറഞ്ഞു, എടോ താൻ അഡ്മിറ്റ് ചെയ്തോ, ഞാനല്ലേ ഇവിടെയുള്ള, ഞാൻ നോക്കാം എന്നുള്ള തികഞ്ഞ പ്രോത്സാഹനം. അതായത് വേറൊരു ഫിസിഷ്യൻ അവിടെ വന്ന് കയറുന്നുള്ളതിന് അദ്ദേഹം അന്ന് പറഞ്ഞ ആ വാക്ക്, എടോ ഇങ്ങനെയാണ് പറഞ്ഞത്, എടോ താൻ അഡ്മിറ്റ് ചെയ്യടോ. ആൾക്കാരൊക്കെ എന്നെ പലതും പറയും. അങ്ങനെ ഞാൻ ഏകദേശം ഒരു 30 കാലത്തോളം അദ്ദേഹത്തിൻ്റെ കീഴിൽ അദ്ദേഹത്തിൻ്റെ ആശുപത്രിയിൽ ഞാൻ പേഷ്യൻ്റ് അഡ്മിറ്റ് ചെയ്തു. എൻ്റെ പേഷ്യൻ്റ് എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടായാൽ ബാലൻ സാർ അത് വളരെ ഭംഗിയായി എനിക്ക് വേണ്ടി രോഗിയെ ശുശ്രൂഷിച്ചിരുന്നു എന്നുള്ള കാര്യം യുവാക്കളായ, ഞാനിപ്പോൾ യുവാക്കളായ നമ്മളെല്ലാവരും നമ്മുടെ ജൂനിയേഴ്സ് വരുമ്പോഴും ഇതുപോലെ തന്നെ ചെയ്യണം എന്നാണ് എൻ്റെ ആഗ്രഹം. അത് ഞാൻ ബാലൻ സാറിൽ നിന്ന് കടമെടുത്തൊരു കാര്യമാണ്. ഞാനിപ്പോൾ എൻ്റെ ജൂനിയേഴ്സ് വന്നിട്ടുള്ള ഒരാൾ എന്നെക്കുറിച്ച് ഞാൻ സഹായിച്ചില്ല എന്ന് പറയാൻ സാധ്യതയില്ല. ഞാൻ എല്ലാവരെയും പ്രാക്ടീസ് ചെയ്യാൻ എൻകറേജ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ എന്നെ എൻകറേജ് ചെയ്തു സാറ്. അതുപോലെ തന്നെ സാറ് പലരെയും എൻകറേജ് ചെയ്തിട്ടുണ്ട്, പലർക്കും സഹായം ചെയ്തു കൊടുത്തിട്ടുണ്ട്. പിന്നെ സാറിന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സാറിൻ്റെ ജീവിതത്തിൽ സാർ ഇതേവരെ ദേഷ്യപ്പെട്ട് ഞാൻ കണ്ടിട്ടില്ല. പേഷ്യൻറ്റ് പറയുന്നാൽ അങ്ങനെയെങ്കിൽ അങ്ങനെ, എന്നാ ഇങ്ങനെ എന്നല്ലാതെ സാർ അവരോട് ഒരു വാക്കുപോലും എതിർത്ത് പറഞ്ഞ് ഞാൻ ഇത്രയും വർഷത്തിനിടയിൽ കണ്ടിട്ടില്ല. മറ്റ് സഹപ്രവർത്തകരോട് സാറ് ദേഷ്യപ്പെട്ടോ ചൂടായിട്ട് പറഞ്ഞ് കണ്ടിട്ടില്ല. പക്ഷേ സാറ് കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് ചെയ്യിക്കും. അതുകൊണ്ടാണല്ലോ 40-50 വർഷക്കാലത്തോളം ഒരു ആശുപത്രിയുടെ സൂപ്രണ്ടായിട്ട് അദ്ദേഹത്തിന് സേവനം ചെയ്യുവാനും അതിൽ വളരെ വിജയകരമായിട്ട് അദ്ദേഹത്തിന് മുന്നോട്ട് പോകുവാനും കഴിഞ്ഞത്. ഇപ്പോഴത്തെ കാര്യം പറയുകയാണെങ്കിൽ പുതിയ ഭരണസമിതി വന്നു. പല ഭരണസമിതികൾ മാറി വരും, അറിയാലോ. കോപ്പറേറ്റീവ് ഹോസ്പിറ്റലാണ്, അവിടെ ഇലക്ഷനിലൂടെയാണ് വരുന്നത്. ഇപ്പോൾ കോൺഗ്രസ് വന്നാൽ പിന്നെ CPM വരും, ചിലപ്പോൾ മിക്സഡായിട്ട് വരും, പിന്നെ വേറെ ഗ്രൂപ്പ് വരും. ഇങ്ങനെ പല ഗ്രൂപ്പുകൾ മാറി അവിടെ വന്നിട്ടും ബാലൻ സാറിന് ഒരു സമയത്ത് ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. ഇപ്പോൾ അദ്ദേഹം ഈ അജയ് തറയിലിൻ്റെ നേതൃത്വത്തിലുള്ള പുതിയ ഭരണസമിതി വന്നതിന് ശേഷം ഇവരെല്ലാം കൂടി ആശുപത്രിയുടെ മുഖച്ഛായ തന്നെ മാറി. ഇപ്പോൾ നമുക്കതിൽ പോകുമ്പോൾ കാണാം ആശുപത്രിയുടെ ഒരു ഭംഗിയും, റൂമുകളെല്ലാം നന്നായിട്ട് റിനോവേറ്റ് ചെയ്തു. ആശുപത്രിയിലെ ഓങ്കോളജി വിഭാഗം എന്ന് പറഞ്ഞാൽ എന്നും ഹൗസ്ഫുള്ളാണ്. അത് ഡോക്ടർ ഗംഗാധരൻ്റെ നേതൃത്വത്തിലുള്ള ശക്തമായൊരു ടീമുണ്ട്. കാർഡിയോളജി വിഭാഗം വളരെ വിപുലീകരിച്ചു ഇവർ. കാർഡിയോളജിയിൽ ആൻജിയോഗ്രാമും ആൻജിയോപ്ലാസ്റ്റിയും, എനിക്ക് തോന്നുന്നു ദിവസം ഒരു 4-5 ആൻജിയോപ്ലാസ്റ്റികൾ നടക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനുശേഷം സച്ചിദാനന്ദ കമ്പത്ത് കൂടി അങ്ങോട്ട് ചേർന്നു. അദ്ദേഹം ഇവിടെ വന്നിട്ട് താഴെ അദ്ദേഹത്തിൻ്റെ IAPയുടെ മീറ്റിങ്ങിന് പോയിരിക്കുകയാണ്. ഇവർ വന്നു. പീഡിയാട്രിക്സ് വളരെ ഭംഗിയായിട്ട് ആശുപത്രി ഡെവലപ്പ് ചെയ്തു. പിന്നെ ആശുപത്രിയിലെ CT സ്കാനും MRIയും ഏറ്റവും പുതിയ ലേറ്റസ്റ്റ് എഡിഷനിലേക്ക് അവർ മാറ്റി. ഇതുകൂടാതെ ന്യൂറോ സർജനെ പോസ്റ്റ് ചെയ്തു, പൾമണോളജിസ്റ്റിനെ വെച്ചു. ഇങ്ങനെ നോക്കുമ്പോൾ ആശുപത്രിയുടെ ബഹുവിധമായ പുരോഗതിക്ക് വേണ്ടി വളരെയേറെ യത്നിച്ചിട്ടുള്ള ഒരു ടീമാണ് ബാലൻ സാറ്, അജയ് ആൻഡ് സച്ചി എന്ന് യാതൊരു സംശയവും കൂടാതെ നമുക്ക് പറയുവാൻ കഴിയും.
ഇന്നിപ്പോൾ പണ്ടൊക്കെ ഇന്ദിരാഗാന്ധി ആശുപത്രിയിൽ ഒരു റൂം വിൽക്കാനുണ്ടെന്നും അതുപോലെ അതിൻ്റെ ഗ്രൗണ്ടിൽ പാർക്കിങ്ങിന് ഫീസ് ഏർപ്പെടുത്തിയാൽ ആശുപത്രിക്ക് ലാഭമാകുമെന്നും പറഞ്ഞുകൊണ്ടിരുന്ന കാലത്ത് ഇപ്പം നമ്മൾ ഡോക്ടർ ഒരാൾ കാറും കൊണ്ട് എന്നാൽ പാർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അത്രമാത്രമായി ആശുപത്രിയുടെ IP-യും ആശുപത്രിയുടെ OP-യും. അപ്പോൾ ആശുപത്രിയുടെ നിലവാരവും ആശുപത്രിയുടെ രീതിയും കാലത്തിനനുസരിച്ച് മാറ്റിയെടുത്ത, കാലത്തോടൊപ്പം യാത്ര ചെയ്ത, കാലത്തോടൊപ്പം സഞ്ചരിച്ച ഒരു വിഷണറി ആയിട്ടുള്ള വിഷഗുരനായിരുന്നു ബാലൻ സാർ എന്ന് നിസ്സംശയം നമുക്ക് പറയുവാൻ കഴിയും. അങ്ങനെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും വളരെ വിജയപ്രദമായ ഒരു കുടുംബജീവിതം നയിച്ച ബാലൻ സാറിനെ ഞാൻ API കൊച്ചിയുടെ പേരിൽ അഭിനന്ദിക്കുന്നു. അദ്ദേഹത്തിന് എല്ലാവിധ മംഗളങ്ങളും നേരുന്നു. ഈശ്വരൻ ബാലൻ സാറിന് കുടുംബത്തിനും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യങ്ങളും നൽകട്ടെ എന്ന് ഞങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുന്നു. സാറിന് എല്ലാ ഐശ്വര്യങ്ങളും സാറിൻ്റെ തുടർ ജീവിതത്തിലും സാറിൻ്റെ നല്ല മനസ്സുപോലെ തന്നെ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. Thank you, Dr. Gilles. Now I invite Dr. Seethal for delivering the citation. Good evening, everyone. The citation is presented with affection, respect, and regards to Dr. C.K. Balan, Director, Medical Superintendent, and Chief Physician of Indira Gandhi Cooperative Hospital, Ernakulam, by the Chairman and members of the Association of Physicians of India, Cochin Branch. We honor him on the occasion of the Physicians' Day. We are pleased to present the citation in recognition of the yeoman services rendered by him to the community of the city for over 4 decades. Dr. C.K. Balan has upheld the highest principles and ethics of the medical profession throughout his career. His sincerity to his work, his dedication to the profession, and his regard for his patients has shown him to be an extraordinary and compassionate human being. He has brought honor and credit to our whole profession. In recognizing him today for all that he has done for the medical profession and for the community at large, we honor not just him but ourselves. We take this opportunity to wish him well for the future. May he continue to serve the community for many more years to come. Thank you. And Dr. Balan will say a few words. കൂടുതലായിട്ട് ഒന്നും പറയുവാനില്ല. ഇങ്ങനെ ഒരു വേദി ഒരുക്കിയതിൽ അസോസിയേഷൻ ഭാരവാഹികളോടും പ്രത്യേകിച്ച് ഡോക്ടർ എബ്രഹാം ജോർജ്, സുമേഷ് ചാക്കോ, ഡോക്ടർ ജിൽസ്, ഇവർക്കെല്ലാം പ്രത്യേകം നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. കൂടുതലായിട്ട് ഒന്നും പറയില്ല, എല്ലാവർക്കും നന്ദി പറഞ്ഞുള്ളൂ. ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുള്ള ടീച്ചറേനെ ഞാൻ സ്വാഗതം ചെയ്യും. നന്ദി, നമസ്കാരം. Mr. Ajay Tarayal, Secretary, Indira Gandhi Cooperative Hospital, say a few words. Citation.
പ്രിയമുള്ളവരെ, ഞാൻ അത്യധികം സന്തോഷത്തോടു കൂടിയാണ് ഇവിടെ നിൽക്കുന്നത്. നിങ്ങൾക്കറിയാം, ഡോക്ടർ സി കെ ബാലൻ എറണാകുളം നഗരത്തിലെ ഏറ്റവും സീനിയറായ ഒരു ഫിസീഷ്യനാണ്. അദ്ദേഹത്തോടൊപ്പം ഒരു ആശുപത്രിയുടെ ഭരണ ചുമതല വഹിക്കാൻ കഴിയുക എന്ന് പറയുന്നത്, ഞാൻ പറയാം, ഒരു കോംപ്ലക്സും ഇല്ലാതെ വളരെ വിശാലമായ മനസ്സുള്ള ഒരു വ്യക്തി. ഞാൻ 1980കളിലാണ് അദ്ദേഹത്തെ പരിചയപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ ഈയാട്ടുപുക്കുള്ള വീടിനടുത്ത് ഞങ്ങളുടെ ഒരു പാർട്ടി ഓഫീസുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് അതിനുശേഷം 84-ൽ ഇന്ദിരാഗാന്ധി സഹകരണ ആശുപത്രി എന്ന് നാമകരണം ചെയ്ത കൊച്ചിൻ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ സൊസൈറ്റി ഗാന്ധികൾ ആരംഭിക്കുകയും ഡോക്ടർ സി കെ ബാലൻ ഗാന്ധികളിലേക്ക് താമസം മാറ്റുകയുമുണ്ടായി. അപ്പോഴൊക്കെ അദ്ദേഹവുമായി നല്ല ബന്ധമാണ്. ഞാൻ ഇന്ദിരാഗാന്ധി സഹകരണ ആശുപത്രിയിലെ ഒരു ഭരണസമിതി അംഗമാകുന്നത് 96-ലാണ്. അതിന് മുമ്പേ അദ്ദേഹവുമായി നല്ല ബന്ധമാണ്. എനിക്ക് ഫിസീഷ്യൻസ് അസോസിയേഷൻ ആയതുകൊണ്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, കണ്ട് പഠിക്കേണ്ട ഒരു വ്യക്തിയാണ് ശ്രീ സി കെ ബാലൻ. അദ്ദേഹത്തിന് ഏതാനും നാളുകൾക്ക് മുമ്പാണ് ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ ജന്മദിനം 1000 പൂർണ്ണചന്ദ്രന്മാരെ കണ്ട ഒരു പരിപാടി എന്നതിൽ വിപുലമായ ഒരു പരിപാടി ഇന്ദിരാഗാന്ധി സഹകരണ ആശുപത്രി ക്യാമ്പസിൽ വെച്ച് നടത്തിയത്. അന്ന് അദ്ദേഹം പറഞ്ഞ കാര്യം, ഞാനിനി വരുന്നില്ല, നിർത്താനും പോവുകയാണെന്ന് പറഞ്ഞു. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഡോക്ടർക്ക് വരാൻ കഴിയാവുന്ന അത്രയും കാലം വരണം എന്ന് പറഞ്ഞു. ഇപ്പോൾ അദ്ദേഹം രാവിലെ വന്ന് ഉച്ചവരെയും ആണ് അദ്ദേഹം ഇരിക്കുന്നത്. പക്ഷേ ധാരാളം ഫിസീഷ്യൻസിനെ നമ്മളവിടെ അപ്പോയിൻ്റ് ചെയ്യുകയും പല കാര്യങ്ങളും ഏൽപ്പിക്കുമ്പോഴൊക്കെ രാത്രി 10 മണിക്കായാലും 12 മണിക്കായാലും രാത്രി 2 മണിക്കാണെങ്കിലും വിളിച്ചാൽ ഓടി വരുന്ന ഒരു ഫിസീഷ്യൻ ഡോക്ടർ സി കെ ബാലൻ, അദ്ദേഹത്തിൻ്റെ 80-81 വയസ്സുള്ളപ്പോഴും അദ്ദേഹമാണ് എന്ന് പറയുന്നത് അത്ഭുതം തന്നെയാണ്. ചിലപ്പോൾ അദ്ദേഹം വണ്ടി തനിയെ ഓടിച്ചു വരും, ചിലപ്പോൾ ആ ഡ്രൈവറില്ലാതെ മരുമകൾ അദ്ദേഹത്തെ കൊണ്ടുവന്ന് വിടാറുണ്ട്. ഒരിക്കലും അവിടെ വന്ന് രോഗികളെ കാണുന്ന കാര്യത്തിൽ യാതൊരുവിധ ബുദ്ധിമുട്ടും പ്രകടിപ്പിച്ചിട്ടില്ല. അതുപോലെയുള്ള ഒരു കമ്മിറ്റഡായ അർപ്പണബോധമുള്ള ഒരു ഡോക്ടറാണ്. ഇപ്പോഴും എന്നോട് പല ആളുകളും ചോദിക്കാറുണ്ട്, നിങ്ങൾ ഈ ഇന്ദിരാഗാന്ധി സഹകരണ ആശുപത്രി എന്ന് പറയുന്നത് ഡോക്ടർ ബാലൻ്റെ ആശുപത്രിയല്ലേ എന്ന് പറയുന്ന തരത്തിലേക്ക് ആശുപത്രി വികസിപ്പിച്ചു. ഇന്ന് വന്നിരിക്കുന്ന ജിൽസ് പറഞ്ഞ പോലെയുള്ള എല്ലാ വികസനം, ഇപ്പോൾ 7 ഫിസീഷ്യൻസ് ഉണ്ട് അവിടെ. 7 ഫിസീഷ്യൻസ് ഇന്ദിരാഗാന്ധി സഹകരണ 7 ഫിസീഷ്യൻസിനെയും ടോളറേറ്റ് ചെയ്യാനായിട്ടൊരു മടിയുമില്ലായിരുന്നു ഡോക്ടർ. അതാണ് ഡോക്ടർ പ്രത്യേകത. 7 പേര് വരാനും അവരെ ടോളറേറ്റ് ചെയ്യാനും അവരെല്ലാ പ്രോത്സാഹനം കൊടുക്കുവാനും, വേണമെങ്കിൽ അവർക്ക് ഇല്ലാത്ത ദിവസം അവരുടെ റൗണ്ട്സ് എടുക്കാൻ പോലും മടി കാണിക്കാത്ത ഒരു ഡോക്ടറാണ് ഡോക്ടർ സി കെ ബാലൻ. അദ്ദേഹത്തിൻ്റെ കുറിച്ചൊക്കെ പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ചരിത്രം, അദ്ദേഹത്തിൻ്റെ ബാല്യകാലം, അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസകാലം ഒക്കെ ഇവിടെ പ്രസ്താവിക്കുകയുണ്ടായി. ഞാൻ വളരെ അഭിമാനത്തോടെ നോക്കിക്കാണുന്ന ഒരു വ്യക്തിത്വമാണ് ഡോക്ടർ സി കെ ബാലൻ്റേത്. അദ്ദേഹത്തിന് നിങ്ങൾ നൽകിയ ഈ അനുമോദനത്തിന് തികച്ചും അർഹനായ ഒരു വ്യക്തിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഡോക്ടർ സി കെ ബാലനെ എല്ലാവിധ ഭാവങ്ങളും അഭിനന്ദനങ്ങളും അനുമോദനം അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. Dr. Sachidananda Kamath, Superintendent, Indira Gandhi Hospital. Few words. Dr. Raju George. ബഹുമാനപ്പെട്ട പ്രസിഡന്റ് ഡോക്ടർ എബ്രഹാം ജോർജ്, ഡോക്ടർ ബാലൻ, ശ്രീ അജയ് തറയിൽ, പ്രിയപ്പെട്ട അമ്മമാരെ, ഡോക്ടർ ബാലൻ എന്നെ അറിയുമെന്ന് തോന്നുന്നില്ല. പക്ഷെ എനിക്ക് ഡോക്ടർ ബാലനെ വളരെ പണ്ടേ അറിയാം. പറയാമെന്ന് പറയാൻ കാര്യം, ഞാൻ ആദ്യമായിട്ട് എറണാകുളത്ത് വരുന്നത് MD പാസ്സായിട്ട് 76 കഴിഞ്ഞിട്ട് 77-ലാണ്. ESIയിലായിരുന്നു. അന്ന് എൻ്റെ ഫാദറിലോ
ഒരു സ്ട്രോക്കായിട്ട് നമ്മുടെ ഈ ലൂർദ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. അപ്പോൾ ഈ ഞാനവിടെ നിൽക്കുമ്പോൾ ഒരു ദിവസം ഡോക്ടർ വിജയപോളിന് പകരം റൗണ്ട്സിന് വന്ന ഡോക്ടർ ബാലനാണ്. അദ്ദേഹത്തിന് അതൊന്നും ഓർമ്മ കാണത്തില്ല. അപ്പോൾ അന്ന് എൻ്റെ ഫാദറിനോട് പറഞ്ഞു, ഇത് ഡോക്ടർ ബാലനാണ്. ഡോക്ടർ ബാലൻ്റെ ഫാദറിനെ എൻ്റെ ഫാദറിലേക്ക് അറിയാം, ഇദ്ദേഹം ഇവിടുത്തെ ഒരു വലിയ വ്യക്തിയാണെന്നൊക്കെ പറഞ്ഞ് എൻ്റെ അടുത്ത് കുറേ പറയും. എനിക്ക് ഒരു എറണാകുളത്തെ ആ ഒരു പരിചയമില്ല. അന്നാണ് ഡോക്ടർ ബാലനെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. അത് കഴിഞ്ഞ് ഞാൻ ഗവൺമെൻറ് സർവീസിൽ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും വർക്ക് ചെയ്ത് 29 കൊല്ലത്തോളം സർവീസ് കഴിഞ്ഞിട്ട് വോളണ്ടിയർ റിട്ടയർമെൻറ്റ് എടുത്തിട്ട് തിരിച്ചു വന്നപ്പോൾ വീണ്ടും ഇന്ദിരാഗാന്ധി ആശുപത്രിയിലെ ഒരു ചെറിയ പോസ്റ്റിലേക്ക് ഒന്ന് കയറാം. റിട്ടയർമെൻറ്റ് നേരത്തെ എടുത്തിട്ട് വന്നതാണ്. അവിടെ അന്ന് കാർഡിയോളജി AK എബ്രഹാം ഡോക്ടറുടെ അസിസ്റ്റൻ്റായിട്ട് ഒരു പോസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞ് അവിടെ വന്നു. ജോയിൻ ചെയ്തു 2002-ലാണ് ജോയിൻ ചെയ്ത് ഒരു മാസമൊക്കെ. അപ്പോൾ അന്ന് ഡോക്ടർ ബാലനെ വീണ്ടും കാണാനിടയായി. അന്ന് മെഡിക്കൽ സൂപ്രണ്ടായിരുന്നു തോന്നുന്നു. അദ്ദേഹമായിട്ട് സംസാരിക്കുകയും കുറച്ച്, പക്ഷേ എനിക്കത് കാർഡിയോളജി അസിസ്റ്റൻ്റ് എനിക്ക് ഒട്ടും താല്പര്യമാണ്. കാർഡിയോളജി എനിക്ക് വലിയ താല്പര്യമില്ല. മെഡിസിൻ അവിടെ നന്ന പോസ്റ്റ് ഇല്ല. അങ്ങനെ വന്നപ്പോഴാണ് പുതിയൊരു ആശുപത്രി വന്ന് ഇവിടെ ഈ AP വർക്കിംഗ് എന്ന് പറഞ്ഞിട്ട് മാസ്റ്റർ സ്റ്റുവാർട്ട് ഒരു ഹോസ്പിറ്റൽ അവർ തുടങ്ങിയ കാലമാണ്. ഞാൻ അവിടെ ജോയിൻ ചെയ്ത് 21ാമത്തെ കൊല്ലം ഇപ്പോൾ അവിടെ വർക്ക് ചെയ്യാണ്. ഇപ്പോൾ ബാലനെ പറ്റി ഒരുപാട് കേട്ടിട്ട് കാണും. പലപ്പോഴും നമ്മുടെ ഇന്ദിരാഗാന്ധിയിലേക്ക് റെഫർ ചെയ്യുന്ന പേഷ്യൻസ് അവർ പറയും ഡോക്ടർ ബാലൻ ഡോക്ടറാണ് നോക്കുന്നത്. എല്ലാവരും നല്ല താല്പര്യത്തോടെ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പം ഇന്ന് അദ്ദേഹത്തിന് ഇത്രയും സീനിയറായിട്ടുള്ള ആൾ, ഒരു പക്ഷേ ജോസഫ് കുര്യൻ ഡോക്ടർ കഴിഞ്ഞാൽ പിന്നെ എറണാകുളത്ത് ഏറ്റവും സീനിയോറിറ്റി ഉണ്ടായിട്ടുള്ള ഒരു ഡോക്ടറാണ് ഡോക്ടർ ബാലൻ എന്നാണ് എനിക്ക് തോന്നുന്നത്. പുത്തനാൻ സാറൊക്കെ അതിന് ശേഷമുള്ളതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഇത്രയും കാലം ഒരേ ആശുപത്രിയിൽ ഇത്രയും സുതാര്യമായ സേവനം കാഴ്ചവെക്കാൻ പറ്റിയ ബാലൻ സാറിന് എല്ലാ അഭിനന്ദനങ്ങളും അർഹിക്കുന്നതാണ്. ഇന്ന് അദ്ദേഹത്തെ API ആദരിച്ചതിൽ യാതൊരു തെറ്റുമില്ല, നല്ല കാര്യമാണ്. അദ്ദേഹം നേരത്തെ ഇത് അർഹപ്പെട്ട ആളായിരുന്നു. എന്തുകൊണ്ടാണ് ഇത്രയും താമസിച്ചെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. എറണാകുളത്തെ ഏറ്റവും സീനിയറായിട്ടുള്ള ഒരു ഫിസിഷ്യനായിട്ടുള്ള ബാലൻ സാറിനെ ഭാവിയിലെ ജീവിതത്തിന് എല്ലാ ഭാവുകങ്ങളും ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം. Dr. Rafiq. Good evening to all. President Verghese, Dr. Balan and Mr. Tarail. My relation with Dr. Balan, I think, is many decades, because his family was well known to my family, and I remember seeing him as a small boy. Because his father and my grandfather were good friends. His father and my father were good friends. And but then when I came back in 86 and joined after my medicine, one of the IMA meetings, I got to meet him, and the warmth with which he introduced himself, and then since then, anytime I meet him, it is just like welcoming a son. Even this evening when I said, he's so happy, and every time he meets me, he gives me a lot of warmth in his wishes. And I know that he's been a wonderful doctor who has been here in Cochin. He's been towering himself for so many years as very few people. I don't think there are many people around who have such a long stint as a physician and still working, and in a very sane way. I wish him all the best in his health, and many more years of service to humanity and to the citizens of Cochin. Thank you. Dr. Rajan. Dr. Abraham George, Dr. Balan, Sri Tarail, my dear friends. I take this as a privilege to be part of formally honoring Dr. Balan. You have been listening to people telling about him. I was just thinking, if he had not changed his mind, he would not have been with us as a senior member of ours. He would have been a justice or chief justice or something like that. So now he is with us as a role model, and we all honor him so much. We have got so much of regard for him. We only say that Almighty God may bestow upon him all blessings in the rest of his life, every day, to be with us as our leader, as our role model. Thank you very much.
Now for the cake cutting.